ജോധ്പൂരിലെ എൻ്റെ ആദ്യ ദിവസം മെഹ്റാൻഘാട്ട് കോട്ടയിലേക്കായിരുന്നു. എന്ന് വെച്ചാൽ സൂര്യകൊട്ടാരം. 1459 റവാഡ് രാജാവായിരുന്ന റാവോ ജോത്ത് പണി കഴിപ്പിച്ചതാണ് ഈ ഒരു കോട്ട. ഇതിൻ്റെ അകത്ത് വിശാലമായ നിരവധി കൊട്ടാരങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഈ കോട്ടയുടെ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും കാണാൻ സാധിക്കുന്നത്. നല്ല കട്ടിയുള്ള ഭിത്തിയും അതോടൊപ്പം തന്നെ കൊത്തുപണികളുമായി വളരെ ഗംഭീരമാണ് ഈ ഒരു കോട്ടയുടെ ഉൾവശം മുഴുവൻ. കോട്ടയിലേക്ക് ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഓരോ രീതിയിലാണ് അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാവുന്നത്. ചരിത്രത്തിലേക്ക് ഇഴഞ്ഞു പോകാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇതൊക്കെ. പിന്നീട് ഈ ഒരു കോട്ടയുടെ മറ്റൊരു പ്രത്യേകതയായി തോന്നിയത് ഇതിൻ്റെ അകത്തും ഒരു മന്ദിറുണ്ട്. മന്ദിറിനോടൊപ്പം തന്നെ ഒരു സരസ്വതി ദേവിയുടെയും ശിവൻ്റെയും പ്രതിമയും നമുക്ക് കാണാൻ പറ്റും. എവിടെയോ ഒരു ചരിത്രത്തിൽ തങ്ങി നിന്നതുപോലെ ആ ഒരു പ്രതിമ എനിക്ക് തോന്നിപ്പോയി. നല്ല വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു പ്രതിമയായിരുന്നു ഇത്. ഇതാണ് നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുള്ള ഈ ഒരു കോട്ടയുടെ ഉൾഭാഗം. ഇതുപോലെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ കോട്ടയിൽ കാണാൻ പറ്റും. സ്റ്റുഡൻസിനൊക്കെ പ്രത്യേക ടിക്കറ്റ് പരിഗണനകളുണ്ട് കേട്ടോ ഇവിടെ. നിങ്ങളുടെ ID കാർഡൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ടിക്കറ്റിന് അല്പം കുറവ് കിട്ടും. പിന്നീടൊരു കാര്യമായിട്ട് തോന്നിയത് ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. ഒരുപാട് ടൂറിസ്റ്റ് കഫകളൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അകത്ത് തന്നെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കൊട്ടാരങ്ങളുടെ ഒരു അത്തരത്തിലൊരു രീതിയാണ് കാണാൻ പറ്റുന്നത്. അത്ര മനോഹരമായിട്ടാണ് ഓരോ കൊത്തുപണികളും ഈ ഒരു കോട്ടയ്ക്കകത്ത് രാജാവ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തെ ഓർമ്മിക്കാനായിട്ട് ഇത്രയധികം മനോഹരമായി ഒന്നും കരുതി വെക്കാൻ പറ്റില്ല. ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള ഓരോ കരകൗശല വിൽപ്പനശാലകളാണ് കേട്ടോ. എല്ലാം ടൂറിസ്റ്റുകളെ മാത്രം